തുടർ വിജയങ്ങളുടെ ആദ്യ പാതിയിൽ നിന്നും തുടർ പരാജയങ്ങളുടെ രണ്ടാം പാതി. കയറ്റിറക്കങ്ങൾ ഉണ്ടായ ഒരു സീസൺ. അപരാജിതരെന്ന് പേര് കേൾപ്പിച്ചതിനൊപ്പം പിന്നെ വിടാതെ പിന്തുടർന്ന തുടർ തോൽവികൾ. ഈ സീസണിലെ രാജസ്ഥാൻ റോയൽസിന്റെ അവസ്ഥ ഇതായിരുന്നു. ആദ്യ പകുതിയിലെ സൂപ്പർ കുതിപ്പിന് ശേഷം രണ്ടാം പകുതിയിൽ തുടർ തോൽവികളുമായി കിതച്ച് ഒരുവിധം പ്ലേ ഓഫിലെത്തിയ സഞ്ജുവിൻ്റെ പിങ്ക് ആർമി. ശരിക്കും IPL ഏറ്റവും അനായാസം പോയിന്റ് പട്ടികയിൽ ആദ്യ രണ്ടിൽ ഫിനിഷ് ചെയ്ത് ക്വാളിഫയർ 1-ൽ കളിക്കേണ്ട ഇടത്തുനിന്നും രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ എലിമിനേറ്റർ എന്ന ഡെമോക്ലസിന്റെ വാൾമുനയിൽ നിൽക്കുകയാണ്. 3-ാം സ്ഥാനത്താണ് അവർ പ്ലേ ഓഫിലുള്ളത്. തോറ്റാൽ ഫൈനൽ കാണാതെ പുറത്താവുമെന്ന വലിയ അഗ്നി പരീക്ഷയാണ് ഇനി സഞ്ജു സാംസണിനും സംഘത്തിനും മുന്നിലുള്ളത്. വളരെ മികച്ചൊരു അവസ്ഥയിൽ നിന്നും റോയൽസിന് ഇത്തരമൊരു വീഴ്ച നേരിട്ടതിന്റെ ഞെട്ടലിലും നിരാശയിലുമാണ് ആരാധകർ. അപ്പോൾ തുടർ വിജയങ്ങളുടെ ആത്മവിശ്വാസവുമായി പ്ലേ ഓഫ് കളിക്കാനെത്തുന്ന RCBക്ക് മുന്നിൽ ഇത്തവണ തുടർ തോൽവികളിൽ ആത്മവിശ്വാസം തകർന്നു നിൽക്കുന്ന രാജസ്ഥാൻ റോയൽസ് ഒരിക്കൽ കൂടി അടിയറവ് പറയുമോ? നമുക്കൊന്ന് പരിശോധിക്കാമെന്ന് തോന്നുന്നു. നമുക്കറിയാം, ഈ സീസണിന്റെ ആദ്യ പകുതിയിൽ പോയിന്റ് പട്ടികയിൽ ആദ്യത്തെ 7 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ 12 പോയിന്റോടെ തലപ്പത്തായിരുന്നു സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ്. ആ സമയത്ത് 7 മത്സരങ്ങളിൽ 6-ലും അവർ വിജയിക്കുകയും ചെയ്തു. ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ ഒരേ ഒരു മത്സരം മാത്രമേ ആ സമയത്ത് രാജസ്ഥാൻ റോയൽസ് തോറ്റിരുന്നുള്ളൂ. അതും ഏറെക്കുറെ രാജസ്ഥാന് ജയിക്കാവുന്ന മത്സരം തന്നെയായിരുന്നു. പക്ഷേ നിർഭാഗ്യം കൊണ്ടായിരുന്നു ആ മത്സരത്തിൽ അവർ തോറ്റത്. പക്ഷെ പിന്നീട് കാര്യങ്ങൾ അടിമുടി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ശേഷിച്ച 7 മത്സരങ്ങളിൽ നിന്നും റോയൽസിന് അക്കൗണ്ടിലേക്ക് കൂട്ടിച്ചേർക്കാനായത് വെറും 5 പോയിന്റ് മാത്രമായിരുന്നു. അതായത് 2 പോയിന്റും 1 മഴ കാരണം ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ ലഭിച്ച 1 പോയിന്റും. തുടർച്ചയായി 4 എണ്ണത്തിൽ അവർ പരാജയം ഏറ്റുവാങ്ങിയപ്പോഴാണ് മഴ കാരണം ഒരു മത്സരം ഉപേക്ഷിക്കപ്പെട്ടത്. എലിമിനേറ്റർ എന്ന അപകടത്തിലേക്ക് റോയൽസിനെ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നതും ഇതുതന്നെയാണ്. അവസാനത്തെ 4 മത്സരങ്ങൾ എടുക്കുകയാണെങ്കിൽ റോയൽസിന് ജയിക്കാൻ സാധിക്കാമായിരുന്ന ചില മത്സരങ്ങളുണ്ടായിരുന്നു. ഇവയിലേറ്റ അപ്രതീക്ഷിത പരാജയങ്ങളാണ് അവർക്ക് ക്ഷീണമായത്. ആ മത്സരങ്ങൾ അവർ ജയിച്ചിരുന്നെങ്കിൽ അവർ പോയിന്റ് പട്ടികയിൽ തലപ്പത്ത് ഫിനിഷ് ചെയ്തേനെ. പക്ഷേ നിർഭാഗ്യം സഞ്ജു പടയെ വേട്ടയാടുകയായിരുന്നു എന്ന് തന്നെ പറയാം. നേരത്തെ പഞ്ചാബിനെതിരായ മത്സരത്തിലെ പരാജയം പോലെ രാജസ്ഥാൻ റോയൽസിന് ജയിക്കാമായിരുന്ന ഒരു മത്സരം സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഉള്ളതായിരുന്നു. വെറും 1 റൺസിനാണ് രാജസ്ഥാൻ റോയൽസ് ഈ മത്സരം അടിയറ വെച്ചത്. 202 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന റോയൽസിന് 200 റൺസ് എടുക്കാനേ അന്ന് കഴിഞ്ഞുള്ളൂ. ഈ മത്സരത്തെക്കാൾ റോയൽസിനെ പക്ഷേ നിരാശപ്പെടുത്തിയ മറ്റൊരു മത്സരം അതിനുശേഷം നടന്ന ഡൽഹി ക്യാപിറ്റൽസുമായുള്ള പോരാട്ടമായിരുന്നു. അന്ന് ആ മത്സരത്തിൽ 20 റൺസിന്റെ പരാജയമാണ് രാജസ്ഥാൻ റോയൽസിന് നേരിടേണ്ടി വന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം അമ്പയറുടെ ആ ഒരു വിവാദ തീരുമാനമായിരുന്നു. നമുക്കറിയാം, സഞ്ജുവിനെ ഔട്ട് വിധിച്ച ആ ഒരു തീരുമാനം. 222 റൺസ് ചേസ് ചെയ്യവേ ക്യാപ്റ്റന്റെ ഇന്നിംഗ്സുമായി സഞ്ജു 86 റൺസ് ടീമിനെ മുന്നോട്ട് നയിക്കുന്നതിനിടെ തേർഡ് അമ്പയറുടെ ആ വിവാദ തീരുമാനം കളിയിലെ ടേണിംഗ് പോയിന്റായി മാറുകയായിരുന്നു. അന്ന് ബൗണ്ടറി ലൈനിലെ ഷായ് ഹോപ്പിന്റെ ആ ഒരു വിവാദ ക്യാച്ചും അതുപോലെ സഞ്ജുവും അമ്പയറുമായുള്ള തർക്കമൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. അപ്പോൾ എലിമിനേറ്ററിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് അവരുടെ എതിരാളികൾ. നേരത്തെ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് ഫൈനൽ കളിക്കില്ലെന്ന പ്രവചനവുമായി ഹർഭജൻ സിംഗ് കഴിഞ്ഞ ദിനം രംഗത്തെത്തിയിരുന്നു. KKRും RCBയും തമ്മിലായിരിക്കും ഇത്തവണ കലാശ പോരാട്ടമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഫൈനൽ കളിക്കുക RCBയും KKRും തമ്മിലായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് സംഭവിക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലിയും ഗൗതം ഗംഭീറും ഒരിക്കൽ കൂടി മുഖാമുഖം വരും. ഈ ഒരു ഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് കിരീടം നേടാൻ സാധിക്കും. ഓരോ റണ്ണിനും വേണ്ടി വളരെയധികം പോരാടിയ ടീമാണ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു. ഈ ഒരു ഊർജ്ജത്തോടു കൂടി RCB കളിക്കുകയാണെങ്കിൽ അവരെ തടയുക കടുപ്പം തന്നെയായിരിക്കുമെന്നാണ് ഹർഭജൻ കഴിഞ്ഞ ദിനം അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്ന രൂപത്തിൽ വിശദമാക്കിയത്. അപ്പോൾ ഇത്തവണത്തെ പ്ലേ ഓഫ് പോലും എത്താതെ പുറത്താവലിന്റെ വക്കിൽ നിന്നാണ് ഹർഭജൻ സിംഗ് പറഞ്ഞതുപോലെ അവിശ്വസനീയമായ തിരിച്ചുവരവ് നടത്തി ഇത്തവണ RCB അവസാന 4-ൽ സ്ഥാനമുറപ്പിച്ചുകൊണ്ട് പ്ലേ ഓഫ് കളിക്കാനെത്തുന്നത്. തുടർച്ചയായി 6 മത്സരങ്ങളിലാണ് ഫാഫ് ഡു പ്ലസിയും സംഘവും വിജയക്കൊടി പാറിച്ചത്. ടൂർണമെന്റ് ചരിത്രത്തിൽ തന്നെ എക്കാലത്തെയും മികച്ച തിരിച്ചുവരവായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സീസണിലെ ആദ്യത്തെ 7 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ നമുക്കറിയാം 1-ൽ മാത്രമായിരുന്നു ബാംഗ്ലൂർ റോയൽ ചാലഞ്ചേഴ്സിന് വിജയിക്കാനായത്. എന്നാൽ സീസണിന്റെ രണ്ടാം പകുതിയിൽ RCB ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. 7-ൽ 6 മത്സരവും ജയിച്ച് അവർ സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുകയായിരുന്നു. ഇനി എലിമിനേറ്റർ എന്ന കടമ്പയാണ് ഫാഫ് ഡു പ്ലസിക്കും സംഘത്തിനും മുന്നിലുള്ളത്. നമുക്കറിയാം, കന്നി IPL ട്രോഫി എന്ന 16 വർഷം നീണ്ട കാത്തിരിപ്പ് ഇത്തവണ അവസാനിപ്പിക്കാമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് RCB. നേരത്തെ വുമൻസ് RCBക്ക് കപ്പ് നേടിയതും ഇവിടെ ചേർത്ത് വായിക്കാം. അപ്പോൾ എലിമിനേറ്ററിൽ ഇനി അവരെ തടഞ്ഞു നിർത്തുക എന്നത് സഞ്ജുവിനും സംഘത്തിനും ഒരു വലിയ വെല്ലുവിളി തന്നെയായിരിക്കുമെന്ന് ഉറപ്പാണ്. നിലവിലെ ഈ വിജയ കുതിപ്പ് തന്നെയാണ് RCBയെ ഈ മത്സരത്തിലെ ഏറ്റവും ഫേവറേറ്റായി തീർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
കാരണം സീസണിൻ്റെ രണ്ടാം പകുതിയിൽ തുടർച്ചയായി 6 മത്സരങ്ങളിലാണ് RCB വിജയക്കൊടി പാറിച്ചത്. ഇതൊരിക്കലും നിസ്സാരമായ ഒരു കാര്യമല്ല. ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടിയിൽ തന്നെയായിരിക്കും ഇപ്പോൾ RCB നിര എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇത്തരമൊരു മെൻറ്റാലിറ്റിയിൽ നിൽക്കുമ്പോൾ, ഇത്തരമൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുമ്പോൾ RCBയെ തോൽപ്പിക്കുക എന്നത് ഏത് ടീമിനും, രാജസ്ഥാന് മാത്രമല്ല ഏത് ടീമിനും കടുപ്പമായിരിക്കും. അതുപോലെ RCBയുടെ ബാറ്റിംഗ് നിരയുടെ ഉജ്ജ്വല ഫോമാണ് അവരെ ഫേവറേറ്റ് ആക്കി മാറ്റുന്ന മറ്റൊരു കാര്യം. നേരത്തെ വിരാട് കോഹ്ലിയും ദിനേഷ് കാർത്തിക്കും മാത്രമായിരുന്നു ഫോമിൽ കളിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് മറ്റാരും വലിയ ഫോമൊന്നും കാണിച്ചിരുന്നില്ല. എന്നാൽ അതിനുശേഷം ഇത്തവണ രണ്ടാമത്തെ പാതിയിൽ ക്യാപ്റ്റൻ ഡു പ്ലസിയെ കൂടാതെ രജത് പട്ടിദാർ, കാമറൂൺ ഗ്രീൻ എന്നിവർക്കെല്ലാം ഇമ്പാക്റ്റുള്ള ഇന്നിംഗ്സുകൾ കളിക്കാൻ പല മത്സരങ്ങളിലും സാധിച്ചിട്ടുണ്ട്. കോഹ്ലി, ഡു പ്ലസി ഓപ്പണിംഗ് ജോഡി ടീമിന് മികച്ച തുടക്കങ്ങൾ നൽകുമ്പോൾ പിന്നീടെത്തുന്ന രജത് പട്ടിദാർ, ഗ്രീൻ എന്നിവർക്ക് ഈ താളം കാത്തു സൂക്ഷിക്കാനും ടീമിനെ വലിയ ടോട്ടലുകളിലേക്ക് എത്തിക്കാനും സാധിക്കുന്നുണ്ട്. ഈ സീസണിലെ വലിയ ഫ്ലോപ്പുകളിലൊന്നായ ഗ്ലെൻ മാക്സ്വെൽ അവസാന മത്സരത്തിൽ ഒരു നിർണായക ക്യാമിയോ കാണിച്ചത് അദ്ദേഹം ഫോമിലേക്ക് തിരിച്ചെത്തുന്നു എന്നതിൻ്റെ സൂചനകളാണ്. അപ്പോൾ RCBയെ സംബന്ധിച്ച് ഇതൊക്കെയും ശുഭസൂചനകളാണ്. സമീപകാലത്ത് പ്ലേ ഓഫിൽ കൂടുതൽ തവണ കളിച്ചതിൻ്റെ അനുഭവ സമ്പത്തും RCBക്ക് പ്രധാനപ്പെട്ട പ്ലസ് പോയിന്റാണ്. കാരണം കഴിഞ്ഞ 5 സീസണുകളിൽ 4 തവണയും അവർ പ്ലേ ഓഫിൽ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവം അവർക്ക് മുതൽക്കൂട്ടായി മാറും. എന്നാൽ മറുവശത്ത് RCBയെ തോൽപ്പിക്കാൻ നിൽക്കുന്ന രാജസ്ഥാൻ റോയൽസിനാകട്ടെ കുറച്ച് ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. കാരണം അവരുടെ ഓപ്പണിംഗിലെ പ്രധാനപ്പെട്ട താരമായ ജോസ് ബട്ട്ലർ പോയതോടെ ഓപ്പണിംഗ് വലിയൊരു പ്രശ്നം തന്നെയാണ് രാജസ്ഥാൻ റോയൽസിന്. പകരക്കാരനായി ഇറങ്ങിയ താരം കഴിഞ്ഞ മത്സരത്തിൽ നിരാശയാണ് സമ്മാനിച്ചത്. ഒരുപാട് പന്തുകൾ അദ്ദേഹം മുട്ടിയിട്ട കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനൊപ്പം ഓപ്പണറായ ജയ്സ്വാൾ ഫോമിലില്ലാത്തതും വലിയൊരു പ്രശ്നം തന്നെയാണ്. കൂടുതലും സഞ്ജുവിനെയും റിയാൻ പരാഗിനെയും ആശ്രയിക്കുന്ന ഒരു ടീമായി രാജസ്ഥാൻ ഈ രണ്ടാം പാതിയിൽ മാറിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ തീർച്ചയായും RCBയെ തോൽപ്പിക്കുക എന്നത് സഞ്ജുവിൻ്റെ പടയ്ക്ക് വലിയൊരു വെല്ലുവിളി തന്നെയായിരിക്കും.